ജിൽസ്, നമ്മളിപ്പോൾ ഈ ജഡ്ജിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ തന്നെ അലഹബാദ് ഹൈക്കോടതിയിലെ ബാർ അസോസിയേഷൻ സെക്രട്ടറിയുമായും പ്രസിഡന്റുമായും സംസാരിച്ചിരുന്നു. അവർ വളരെ പ്രതിഷേധത്തിലാണ്. അവർ പറയുന്നത് ഈ തരത്തിലുള്ളൊരു കള്ളപ്പണമാണ് ഈ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. സുപ്രീം കോടതി തന്നെ അതിന് തെളിവടക്കം ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാളെ ഒരു കാരണവശാലും ജഡ്ജിയായി അവർ ഉൾക്കൊള്ളാൻ കഴിയില്ല. കാര്യം കൊളീജിയം കഴിഞ്ഞ ദിവസം ചേർന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് യശ്വന്ത് വർമ്മ എന്ന് പറഞ്ഞ ജഡ്ജിയെ സ്ഥലം മാറ്റണമെന്ന്. ഒരു കാരണവശാലും നടക്കില്ല. മാത്രമല്ല, ഇന്നലെ അവിടെ കൂടിയ അഭിഭാഷകർ എന്ന് പറയുന്നത് തന്നെ ആ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത ഒരു ബഹുഭൂരിപക്ഷം അഭിഭാഷകരും ആദ്യമായിട്ടാണ് അങ്ങനെ ഒറ്റക്കെട്ടായ ഒരു ജഡ്ജിക്കെതിരെ പ്രതിഷേധിക്കുന്നത്. ഒരു കാരണവശാലും തങ്ങൾ പണിമുടക്കാണ്, തങ്ങൾ ഒരു കാരണവശാലും ഈ തരത്തിലുള്ള ജോലി എടുക്കാനായിട്ട് ഒരു കോടതിയിലും ഹാജരാവില്ല എന്ന ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് ഇനി കോടതിയിൽ കൈകാര്യം ചെയ്യുന്നുള്ളൊരു കാര്യം വളരെ പ്രശ്നമായിട്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഹൈക്കോടതി പാർലമെന്റിലേക്ക് എത്തുമ്പോൾ ആ കാര്യത്തിൽ ചെറിയൊരു സമാധാനമുണ്ട്. കാര്യം ഈ വിഷയം ചർച്ചയായി ഉയർന്നപ്പോൾ തന്നെ ഉപരാഷ്ട്രപതിയും രാജ്യസഭയുടെ ചെയർപേഴ്സൺ കൂടിയായ ജഗദീപ് ധൻഖഡ് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും നേതാക്കന്മാരെ ഒരുമിച്ച് വിളിച്ച് സുപ്രീം കോടതിയുടെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് വരുന്നതുവരെ നിങ്ങൾ ഒരു പ്രതിഷേധമുണ്ടാക്കാതെ സൂക്ഷിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് റിപ്പോർട്ട് വരട്ടെ എന്ന് കാത്തിരിക്കുകയാണ് പാർലമെന്റിൽ. പക്ഷേ പാർലമെന്റിൽ ഇന്നുണ്ടാകാവുന്ന വലിയൊരു പ്രശ്നം ഈ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഈ തെക്കേ ഇന്ത്യക്ക് വളരെയധികം കുറവ് ആണ് സംഭവിക്കുന്നത്. തമിഴ്നാട് പറയുന്നത് അവരുടെ സംസ്ഥാനത്ത് 5-6 ലോക്സഭാ മണ്ഡലങ്ങൾ വരെ ഈ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഒരു മണ്ഡല പുനർനിർണ്ണയം നടത്തിയാൽ കുറയും. മാത്രമല്ല, ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് ജനസംഖ്യാ നിയന്ത്രണത്തിൽ വീഴ്ച വരുത്തിയ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്കാണ്. അതുകൊണ്ട് അത് BJPക്ക് വലിയൊരു നേട്ടം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു മണ്ഡല പുനർനിർണ്ണയം നടത്താൻ പോകുന്നത്. അതൊരു കാരണവശാലും അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം നടത്തുന്നത്. മറ്റ് പ്രതിഷേധം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർട്ടികൾ, മറ്റ് വിദ്യാർത്ഥി യുവജന സംഘടനകളും ഡൽഹിയിലെ ഒരു പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇത്തരത്തിലുള്ള വാർത്ത തന്നെയായിരിക്കും നമുക്ക് ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക. ഇതുകൂടാതെ മഹാരാഷ്ട്രയിൽ ഏകനാഥ് ഷിൻഡെയെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി, രാജ്യദ്രോഹി എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന് ആ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നു. അയാൾ എവിടെ കണ്ടാലും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അയാളെ കരിയോയിലൊഴിക്കും എന്നാണ് ഇപ്പോൾ ശിവസേനയുടെ ഏകനാഥ് ഷിൻഡെ വിഭാഗം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയനാകട്ടെ ഒരു കാരണവശാലും മാപ്പ് പറയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഇപ്പോഴും പല മാധ്യമങ്ങളെയും കാണുകയാണ്. ആ തരത്തിലുള്ളൊരു അന്തരീക്ഷമാണ് മഹാരാഷ്ട്രയിലുമുള്ളത്.